വഖഫ് ഭേദഗതി നിയമം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട സമസ്ത വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. സുപ്രീം കോടതിക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ച് സർക്കാർ വഖഫ് ഭൂമികൾ ഏറ്റെടുക്കുന്നു എന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ആർ അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, മുൻപ് കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവ് വരുന്ന സമയത്ത് അതിൽ ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ നിർദ്ദേശങ്ങൾ ഇപ്പോൾ സർക്കാർ തന്നെ ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണോ സമസ്ത ചൂണ്ടിക്കാട്ടുന്നത്? എന്താണ്? തീർച്ചയായിട്ടും മനസ്സിലായി. അതായത് ഈ വഖഫ് ഭേദഗതി നിയമം വന്നതിന് പിന്നാലെ അത് സുപ്രീം കോടതിയിൽ നിരവധി ഹർജികളാണ് ഈ ഭേദഗതി നിയമത്തിനെതിരെ സമർപ്പിക്കപ്പെട്ടത്. അതിൽ നേരത്തെ തന്നെ സുപ്രീം കോടതി ഇടപെടുകയും ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിനോട് ഈ നടപടികളുമായി മുന്നോട്ട് പോകരുതെന്ന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ സുപ്രീം കോടതി നൽകിയ ചില ഉറപ്പുകൾ ലംഘിച്ചാണ് സർക്കാർ ഇപ്പോൾ വഖഫ് ഭൂമികൾ ഏറ്റെടുക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ വീണ്ടും സമസ്ത ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സമസ്ത ഈ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിക്കൊണ്ട് ഉന്നയിച്ചൊരു കാര്യം, നിയമം അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. നേരത്തെയും സമാന സ്വഭാവമായ ഒരു ഹർജി സമസ്ത നൽകിയിരുന്നു. എന്തായാലും നിലവിൽ വീണ്ടും അടിയന്തരമായി തന്നെ ഈ നിയമം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി. അതിന്റെ പശ്ചാത്തലം സുപ്രീം കോടതിക്ക് മുമ്പിൽ കേന്ദ്ര സർക്കാർ നൽകിയ ലംഘിച്ചുകൊണ്ട് സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നു എന്നാണ് ആരോപിച്ചിരിക്കുന്നത്. അതാണ് വഖഫ് ഭേദഗതി നിയമം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമസ്ത ഈ വിഷയത്തിൽ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തയാണത്. സുപ്രീം കോടതിക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ചുകൊണ്ട് സർക്കാർ വഖഫ് ഭൂമികൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഗുരുതരമായ ആരോപണമാണ്. സുപ്രീം കോടതി എന്താകും ഇതിൽ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി അറിയാൻ ഉള്ളത്.